ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ ബർത്ത്ഡേ വീഡിയോ ആണേ. അപ്പോൾ ബർത്ത്ഡേ ജൂൺ 24 ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് കേട്ടോ. ബർത്ത്ഡേ ദിവസം എനിക്ക് ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരുന്നേ. അന്ന് രാവിലെ തന്നെ ഡാൻസിൻ്റെ വീഡിയോ എടുത്ത് ഷോർട്സിലിടാം, എന്നിട്ട് അതിന് ക്യാപ്ഷൻ ബർത്ത്ഡേ ആണെന്ന് കൊടുക്കാം, ഇതൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏട്ടൻ്റെ സിസ്റ്റർ ദുബായിലാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പോൾ രഞ്ജിനേശ് ആണെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് കാരറ്റാണ് രഞ്ജിനേശിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമായിരുന്നു വന്നത്. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും റോഹനും ചെറിയും ഇവിടുന്ന് അച്ഛൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടുന്ന് എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന്, ഇവിടെ അടുത്ത് തന്നെ വീട്, ഞാൻ പറഞ്ഞില്ല ഞങ്ങളടുത്ത്. അപ്പോൾ അങ്ങനെ കുറേ തിരക്കിലായിപ്പോയി. അതുകൊണ്ട് തന്നെ സ്റ്റെപ്പൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഡാൻസിൻ്റെ കാര്യം നടന്നില്ല. പിന്നെ ഞാൻ വെച്ച് എന്നാൽ പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. പിന്നെ ആണെങ്കിൽ അതിൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസം ഞാൻ പുറത്തു പോയ സമയത്ത് ഞാൻ 4 ബ്ലാക്ക് മെറ്റൽസിൻ്റെ കമ്മൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെച്ചെന്നാൽ പിന്നെ അതിൻ്റെയും കൂടെ വീഡിയോ ഇടാന്ന്. റോഹനെയും ചെറീനെയും ഞാൻ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അവിടെ രഞ്ജിനേച്ചും പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവരവിടെ നിന്നോളും. അങ്ങനെ പിന്നെ ഈ വീഡിയോ എടുത്തത് മേലത്തെ ഹാളിൽ നിന്നാണ്. അപ്പം നല്ല കാറ്റും മഴയായിരുന്നു ആ സമയത്ത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഈ 2 വീഡിയോ, ഗെറ്റ് റെഡി വിത്ത് മീ അതുപോലെ കമ്മലിൻ്റെ ഒക്കെ വീഡിയോ എടുത്തു. പിന്നെ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തത് അന്ന് രാത്രിയിലാണേ. കമ്മലിൻ്റെ വീഡിയോ ഇപ്പോൾ 2-3 ദിവസമായിട്ടുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട്. പിന്നെ അന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാത്രിയിൽ എല്ലാവർക്കും ഫുഡ് ഇവിടുന്ന് ആക്കാം, ചിക്കൻ ബിരിയാണിയും പായസമൊക്കെ എന്ന് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ ദിവസവും റോഹനെ രാവിലെ സ്കൂളിൽ വിടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ താഴെ രഞ്ജിനേശ്വരിയുടെ അടുത്ത് പോവും, അവിടെ ഇരിക്കും. പിന്നെ ഉച്ചയ്ക്ക് ചോറെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും. വൈകിട്ട് പിന്നെയും പോവും, രാത്രിയിലും പോവും. അവിടെ നിന്ന് ഇങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടേക്കും ഞങ്ങൾ എല്ലാവരും തന്നെ ഇത്രയും ദിവസം അങ്ങനെ ആയിരുന്നു. പിന്നെ സാറ്റർഡേ സൺഡേ അവിടെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു ഇത്രയും ദിവസം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ലേറ്റായി പോയത്. അങ്ങനെ പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീയും അതുപോലെ കമ്മലിൻ്റെ എല്ലാം വീഡിയോ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കലായിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ പിള്ളേരൊക്കെ അങ്ങ് താഴെ അച്ഛൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് ഇപ്പം ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഒരു വൈകുന്നേരം ഒരു 4-5 മണിയായിട്ടുണ്ടാവും കേട്ടോ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. രാത്രിയിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. ഞാനിവിടെ എപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എൻ്റെ കോഴിക്കോട് വടകര സ്റ്റൈലുള്ള ചിക്കൻ ബിരിയാണിയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത്. എനിക്കെന്തോ ഇവിടെയുള്ള ചിക്കൻ ബിരിയാണി ഇഷ്ടമില്ല, അതിൻ്റെ റൈസൊന്നും. കോഴിക്കോട് വടകരയിലൊക്കെ കൈമ റൈസ് വെച്ചിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പണ്ട് മുതലേ കഴിച്ച് ശീലിച്ചുള്ളതുകൊണ്ടായിരിക്കണം എനിക്കതാണ് ഇഷ്ടം, അതിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് തന്നെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ എന്നെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇവിടെ റോഹൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും എല്ലാം തന്നെ ഞാൻ അത് തന്നെ ഉണ്ടാക്കൽ. ഇനി ഞാനെങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ആദ്യം പാത്രം ചൂടാക്കാൻ വെക്കും, അതിലേക്ക് നെയ്യും പാമോയിലും ഒഴിക്കും. പാമോയിൽ കൂടുതലും നെയ്യ് കുറവാണേ. അത് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതൊക്കെ ഇട്ട് നന്നായി ചൂടാക്കി എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്രയാണോ അരി അതിന് കണക്കായിട്ടുള്ള വെള്ളം എടുക്കണം. എൻ്റെ അമ്മേൻ്റെ ഒരു കണക്ക് പ്രകാരം പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഒരു 5 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം പ്ലസ് 5ൻ്റെ പകുതി 2.5, അപ്പോൾ 7.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. പക്ഷേ എനിക്കൊരിക്കലും 7.5 ഗ്ലാസ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ അരി വേവില്ല കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും 5 ഗ്ലാസ് അരിക്ക് 10 ഗ്ലാസ് വെള്ളം എടുക്കും. അപ്പോഴേ എനിക്ക് ആ റൈസ് ഒന്ന് നല്ല രീതിയിൽ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാനുള്ള വെള്ളം ഞാൻ തിളക്കാൻ വെച്ച് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇത് ബിരിയാണിയിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മറ്റേ അടുപ്പിൽ സവാള വഴറ്റാൻ വെച്ചതാണേ. ബിരിയാണി വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇടാനുള്ള സവാള ഉണ്ടല്ലോ, ബ്രൗൺ കളറാക്കി എടുക്കുന്നത്. അങ്ങനെ അതിന് വേണ്ടി വെച്ചു. പിന്നെ ഇതാ വെള്ളം തിളച്ചു, അതിലേക്ക് ഞാൻ അരി കഴുകിയിട്ടെ. അങ്ങനെ ഒരടുപ്പിൽ അരി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ അടുപ്പിൽ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്, മറ്റേ അടുപ്പിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചേ. ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ. ബിരിയാണി വന്നതിന് ശേഷം പിന്നെ ഞാൻ ആ അടുപ്പിൽ മസാല ഉണ്ടാക്കാൻ വെച്ചു കേട്ടോ. ബിരിയാണിക്ക് വേണ്ട മസാല അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചു. ഞാൻ അടുത്തിൽ കടുക് പൊട്ടിക്കാറില്ല കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന മസാലയിൽ. എന്നിട്ട് അതിൽ സവാള ഇട്ട് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം. എന്നിട്ട് സവാള നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പേസ്റ്റ് ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് അതും വഴണ്ട് വന്നതിന് ശേഷം പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. തക്കാളി എല്ലാം നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി ഇട്ട് ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. പിന്നെ ആ സമയത്തിന് ഞാൻ മറ്റേ അടുപ്പിൽ പായസത്തിനുള്ള പാല് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തിളക്കെ. പായസം എനിക്ക് നല്ല പോലെ പണിയെന്ന്, പാല് നല്ലപോലെ തിളച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതൊക്കെ പെട്ടെന്ന് റെഡിയാക്കി
അടുക്കള സ്റ്റാൻഡും അടുക്കള മൊത്തം ക്ലീനാക്കി ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഈ ബിരിയാണീൻ്റെ റൈസിലേക്ക് ഞാൻ മസാലകളെല്ലാം ഇങ്ങനെ ചേർക്കുന്നെന്ന് പറഞ്ഞുതരാം. ഈ ബിരിയാണി റൈസ് വേവിച്ച പാത്രം ഉണ്ടല്ലോ, അതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഈ വേവിച്ച പാത്രത്തിൽ നിന്ന് ഒരു 1/4 ഭാഗം റൈസ് മാറ്റുക. എന്നിട്ട് ബാക്കി വരുന്ന റൈസ് ഉണ്ടല്ലോ അതിൻ്റെ മേലേക്ക് ഈ നമ്മൾ വയറ്റി വെച്ച് സവാള കുറച്ചിട്ട് കൊടുക്കുക, വയറ്റി വെച്ച മസാല ഉണ്ടല്ലോ അതും കുറച്ചിട്ട് കൊടുക്കുക, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മറ്റേ പാത്രത്തിൽ നിന്ന് കുറച്ചും കൂടെ റൈസ് എടുത്ത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. വീണ്ടും ഈ ഒരു 4-5 സ്റ്റെപ്പ് ഇത് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ അടച്ചു വെക്കുക കുറച്ച് നേരം. അങ്ങനെയാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ ഇതാ അടുക്കളെല്ലാം ക്ലീനായേ. ഞാനിതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ റോഹനും ചെറിയ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നു, പായസമൊക്കെ റെഡിയായി. പിന്നെ ഇതെനിക്ക് രഞ്ജിനേച്ചി വാങ്ങിച്ചുകൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ചുരിദാർ മെറ്റീരിയലായിരുന്നു ആദ്യം വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഇപ്പോൾ ഒന്നും സ്റ്റിച്ച് ചെയ്യില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും പിറ്റേ ദിവസം പോയിട്ട് വേറെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാത്രി ഞങ്ങളെല്ലാവരും ഇരുന്ന് ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ പായസമൊക്കെ കുടിച്ചു. അന്ന് കേക്ക് കട്ട് ചെയ്തില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാം. അങ്ങനെ ബർത്ത്ഡേ ദിവസത്തിൻ്റെ പിറ്റേ ദിവസമായിരുന്നു കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. ഇപ്പോൾ അവിടെ കണ്ട ആളാണ് രഞ്ജിനേച്ചി. പിന്നെ തൊട്ടപ്പുറത്തേക്കുന്നത് അച്ഛൻ, അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് കുഞ്ഞമ്മ. പിന്നെ രതീഷേട്ടൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് പായസം കുടിച്ചു. പിന്നെ അതും കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങ് അച്ഛൻ്റെ വീട്ടിലേക്ക് അങ്ങ് താഴെ പോയി കേട്ടോ. ഞങ്ങളെല്ലാവരും അന്ന് അവിടെ ആയിരുന്നു കിടന്നേ. നല്ല രസമായിരുന്നു, പിള്ളേരും എല്ലാമായിട്ട് അന്നത്തെ ദിവസം അവിടെ ആയിരുന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് കേക്ക് കട്ട് ചെയ്തത്. അങ്ങനെ ഇതാ പിറ്റേ ദിവസമായി കേട്ടോ. അപ്പോൾ അന്ന് പിറ്റേ ദിവസം രാത്രിയിലായിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പം അന്ന് ഏട്ടൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് കേക്ക് വേണം, അതിൻ്റെ മോഡലും എന്തൊക്കെ എഴുതണ്ടെന്ന് എന്നോട് വിളിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഞാൻ അവരെ വിളിച്ച സമയത്ത് ഏത് കേക്ക് വേണം, എത്ര കിലോ വേണം, അതുപോലെ എന്താണ് എഴുതേണ്ടത് എന്നൊക്കെ കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഹാപ്പി ബർത്ത്ഡേ ജിന, പിന്നെ യൂട്യൂബ് 3K സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെ അതിൻ്റെ മോഡൽ വാട്സപ്പിൽ ഫോട്ടോ അയക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോട്ടോ അയച്ചിട്ട് അവർ അത് നോക്കുന്നുണ്ടായിരുന്നില്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓൾറെഡി കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല, ഓക്കെ കൊണ്ടുവന്നോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്ന കാർഡ്ബോർഡിലാണെങ്കിൽ ഞാൻ മേലത്തെ കാർഡ്ബോർഡ് തുറന്ന് താഴത്തെ തുറക്കുമ്പോഴത്തേക്ക് അവിടെ എന്താ പറയുക 2 ലെയറായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സ്റ്റേപ്ലെയർ അടിച്ച് വെക്കേണ്ടതാണ് അവർ. പക്ഷെ അവരെ മിസ്റ്റേക്ക് കാരണം വെച്ചില്ലായിരുന്നു. ഓട്ടോമാറ്റിക്കായിട്ട് മേലത്തെ തുറക്കുമ്പോഴത്തേക്ക് താഴത്തോട്ടേക്ക് പോയി 3K സബ്സ്ക്രൈബേഴ്സ് മാഞ്ഞു പോയി. ഞാൻ ആകെ ടെൻഷനായിപ്പോയി. ഞാൻ ബാക്കിയൊന്നും വായിച്ചില്ലായിരുന്നേ. അതിലവർ ഹാപ്പി ബർത്ത്ഡേ ജിജന എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവരെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു 3K സബ്സ്ക്രൈബേഴ്സ് ഇങ്ങനെ മാഞ്ഞു പോയി, ഈ കാർഡ്ബോർഡ് തട്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അയ്യോ കേക്ക് ഉണ്ടാക്കുന്ന ആൾ പോയല്ലോ എന്ന്. ഞാൻ ആകെ ടെൻഷനായി. പിന്നെ ഞാൻ രണ്ടാമതൊന്നുകൂടെ നോക്കിയപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ ജിജന ഇല്ല. അപ്പോൾ അവരെ മിസ്റ്റേക്ക് ആണല്ലോ. ഞാൻ വീണ്ടും വിളിച്ച് അവരെ വന്ന് കേക്ക് എടുത്ത് കൊണ്ടുപോയി രണ്ടാമത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ് ഇത് കേട്ടോ. അങ്ങനെ ഇത് ഞാൻ പറഞ്ഞ കേക്കൊന്നുമല്ല കേട്ടോ. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷെ മോഡലൊന്നും ഞാൻ അയച്ചു കൊടുത്തതേ അല്ല. ഇത് അവരുടെ ഇഷ്ടത്തിന് അവർ കൊണ്ടുവന്ന കേക്കാണ് കേട്ടോ. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുന്ന ദിവസവും ബർത്ത്ഡേ ദിവസം ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇട്ടത് കേട്ടോ. അങ്ങനെ ഇതാ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇത്രയും 3000 സബ്സ്ക്രൈബേഴ്സായി എൻ്റെ വീഡിയോനെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇനിയും മുന്നോട്ട് ഇതേപോലെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയട്ടെ.
ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വടകരയിലുള്ള വീട്ടിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഞാനിതിന് ഓൾറെഡി ഇപ്പോൾ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശാസ്താംകോട്ടയിലുള്ള എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ നാളെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും ഇത് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ കാരണം, ഒന്നാമത്തെ കാര്യം എൻ്റെ ഏച്ചി നാട്ടിലേക്ക് വരുന്നുണ്ട്. ഏച്ചി സൗദിയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഏച്ചി ഫാമിലി അവിടെയാണ്, അവർ നാട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ കഴിഞ്ഞ കർക്കിടകത്തിൽ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ, ഇനി അടുത്ത കർക്കിടകത്തിൽ ഞാൻ എൻ്റെ അമ്മമ്മയും അമ്മയും കർക്കിടക പൊടിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിനും കൂടെയാണ് ഞാനിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക വടകരയിൽ വെച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വടകരയിലുള്ള കുറേ വിശേഷങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.